ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മനോജ് എം ജി. ഞാൻ സ്ഥലം നെയ്യാറ്റിൻകരയാണ്. എൻ്റെ മൂത്ത മകൻ 5 വയസ്സുള്ള ജോൻ ദൈവം നൽകിയ സൗഖ്യത്തെ ഓർത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവന് കഴിഞ്ഞ ജൂലൈയിൽ ഒരു പനി വന്നു. തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ തക്കാളിപ്പനി എന്ന് പറഞ്ഞ് ഒരാഴ്ചത്തെ മരുന്ന് വന്നു, കഴിച്ചു, മാറി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പനി വന്നു. വീണ്ടും അതേ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്കും വൈറൽ ഫീവറാണെന്ന് പറഞ്ഞു. ഒരാഴ്ചത്തെ മരുന്ന് വന്നു, കഴിച്ചു, മാറി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പനി വന്നു. അന്നേരവും അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് ഛർദിലും പനിയുമായി. അന്നേരം വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടു, മരുന്ന് കഴിച്ചു, മാറി. രാത്രിയിൽ വീട്ടിൽ വന്നു. 12 മണിയായപ്പോഴത്തേക്കും വിറയലും പനിയും വീണ്ടും കൂടി. കാരക്കോണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് 10 ദിവസത്തോളം അഡ്മിറ്റ് ചെയ്തു. പനി മാറി വീട്ടിൽ വന്നു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പനിയായി. കാട്ടാക്കടയിലുള്ള നെയ്യാർ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പല ടെസ്റ്റുകളും ചെയ്തു. അവിടുന്ന് സുഖമില്ല, കുറവില്ല. ഓണത്തിൻ്റെ അന്ന് നേരെ SIT ഹോസ്പിറ്റലിലേക്ക് പോയി. SIT ഹോസ്പിറ്റലിൽ 4 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പല ടെസ്റ്റുകൾ ചെയ്തു. ഒരേ ടെസ്റ്റ് തന്നെ പല ലാബുകളിൽ കൊടുത്ത് ചെയ്തു. SITയിലെ ലാബിലും മെഡിക്കൽ കോളേജ് ലാബിലും പ്രൈവറ്റ് ലാബിലും എല്ലാം കൊടുത്തു. എന്നിട്ടും പനിയുടെ കാരണം കണ്ടുപിടിക്കാനായില്ല. അപ്പോഴത്തേക്കും കഴുത്തിലും കക്ഷത്തിലും വയറിലുമൊക്കെ മുഴയായി. അവർ എന്താണ് കാരണമെന്ന് പറയാനായിട്ട് അവർക്കും സാധിക്കുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും SITയിലെ മെയിൻ ഡോക്ടറും ഒരു കൂട്ടം മറ്റ് അസോസിയേറ്റ് ഡോക്ടേഴ്സും കടന്നു വന്നു. ഇവനെ പെട്ടെന്ന് തന്നെ RCCയിലേക്ക് കൊണ്ടുപോകണം, ഇനിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളാകെ താർന്നു പോയി. പ്രാർത്ഥനയോടെ കൂടെ എന്തായാലും RCCയിൽ പോയ ഉടൻ തന്നെ അവിടെ നിന്ന് കുറേ ടെസ്റ്റുകളെല്ലാം ചെയ്തു. അവർ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല അന്നേരം. പക്ഷേ ലിഫ്റ്റിൽ തിരിച്ച് വരുന്ന സമയത്ത് അവിടുത്തെ നേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ബ്ലഡിൽ ക്യാൻസർ, ലൂക്കീമിയ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആകെ തകർന്നു. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പലരിടത്തും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഞങ്ങളും അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. വീട്ടിൽ അന്ന് RCCയിൽ വെച്ച് കീമോയുടെ വാർഡിൽ കൊണ്ടുപോയി ഒരു ട്രിപ്പ് ഇട്ടു. 4.5 മണിക്കൂർ ട്രിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോളൂ, നാളെ രാവിലെ വന്നിട്ട് ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം രാത്രി തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിനടുത്ത് തന്നെ ഒരു റൂം എടുത്തു. 11 മണിയായി. ഒരു റൂം എടുത്തു. അവിടെ വന്ന് ഞങ്ങൾ ആദ്യം റൂമിൽ കയറി ഇവനെ ഇവിടുത്തെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു. മെഴുകുതിരി കത്തിച്ച് വെച്ച് ഉടമ്പടി തൈലം ദേഹം മൊത്തം പൂശി, എണ്ണ പൂശി പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ രാവിലെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. അന്നത്തെ ദിവസം ആദ്യത്തെ റിസൾട്ടിൽ നെഗറ്റീവാണ്, വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എങ്കിലും മെയിൻ റിസൾട്ടുകൾ 4 ദിവസം കഴിഞ്ഞും 2 ആഴ്ച കഴിഞ്ഞൊക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ദൈവകൃപയാൽ, പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ, പ്രാർത്ഥനയുടെ ഫലത്താൽ കുഞ്ഞിന് ഒരു പ്രശ്നമില്ല. വേറെ ഈ ക്യാൻസറിൻ്റെ ഒരു രോഗം കുഞ്ഞിൻ്റെ ശരീരത്തിലില്ല എന്നറിയുവാൻ ദൈവകൃപയാൽ സാധിച്ചു. ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കുഞ്ഞിന് നൽകിയ സൗഖ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവകൃപയാൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ അതിന് മുന്നേ ഒത്തിരി അനാഥാലയങ്ങളിൽ ഞങ്ങൾ സഹായിച്ചു വരുന്നു. കുഞ്ഞിൻ്റെ പേരിലുണ്ടായിരുന്ന പല നേർച്ചകളുണ്ടായിരുന്നു. ഇവിടുത്തെ സാക്ഷ്യം പറയുന്ന വലിയൊരു നേർച്ചയായിരുന്നു. അത് ദൈവകൃപയാൽ ഇന്ന് സാധിച്ചു. ഇവൻ്റെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അനാഥാലയങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും സഹായിക്കാനും ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്യുവാൻ സാധിച്ചു. ഒത്തിരി ദൈവത്തോട് അകന്നു പോയത് ദൈവത്തിനോട് അടുക്കുവാനുള്ളൊരു മുഖാന്തരമായി ഞാനത് കാണുന്നു. ഒത്തിരി ദൈവത്തോട് അടുക്കുവാൻ എനിക്കിപ്പോൾ സാധിച്ചു. വളരെ ഇന്നിപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ, സ്നേഹത്തിൽ ഒത്തിരി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. വളരെ സന്തോഷമാണ് മനസ്സിൽ. ഒന്നുമില്ലാത്ത അവസ്ഥയിലും എല്ലാം ഉള്ളവനെ പോലെ ദൈവം നടത്തുന്നു. മാതാവിന് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു.